Hi, good morning, good evening, my dear students. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണ്? EMI എന്ന ചാപ്റ്റർ ആണ്. സോ EMI എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കണ്ടീഷൻസും ഇക്വേഷൻസും ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ചെയ്ത് പോവാം. എല്ലാ ക്ലാസ്സിലും നമ്മൾ ചെയ്യുന്നത് പോലെ ഇറ്റ്സ് സ്റ്റിൽ വി ആർ പ്രാക്ടീസിങ് വിത്ത് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നീറ്റിന്റെയും JEEയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, റൈറ്റ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് there on the screen. Question നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ നോക്കാം. A circular disk of radius 0.2 meter is placed in a uniform magnetic field of induction 1 by pi Weber per meter square. Weber per meter square കാണുമ്പോൾ അത് യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്, വേറെ ഒന്നുമല്ല കേട്ടോ. അത് ഇറ്റ്സ് നോട്ട് സം അതർ വാല്യൂസ് ഓർ എനിത്തിങ്. വാട്ട്സ് എന്നൊന്നും വിചാരിക്കേണ്ട, ഇറ്റ്സ് Weber per meter square. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ആണ്. In such a way that its axis makes an angle of 60 degree with magnetic field. The magnetic flux linked with the disk ആണ് ചോദ്യം. അപ്പൊ ഈ കൺസെപ്റ്റ് ചെയ്യാൻ നമുക്ക് EMIയിലെ അധികം കൺസെപ്റ്റ് ഒന്നും ആവശ്യമില്ല. ഫ്ലക്സ് മാത്രമേ അവിടെ ചോദിച്ചിട്ടുള്ളൂ, ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഒന്നാമത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷന്റെ പല പല പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കാറുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയാറുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാറുണ്ട്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ പേരുകളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദേ ആർ ആക്ച്വലി റെഫറിങ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ്സെൽഫ്. വേറെ ഒന്നുമല്ല അവർ സൂചിപ്പിക്കുന്നത് എന്തിനെ തന്നെയാണ്? മാഗ്നറ്റിക് ഫീൽഡിനെ തന്നെയാണ്, വേറെ ഒന്നിനെയുമല്ല അവർ റെഫർ ചെയ്യുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് ആദ്യമേ. ദ വാല്യൂ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് 1 by pi Weber per meter square എന്നാണ് തന്നിട്ടുള്ളത്. 1 by pi Weber per meter square, that is the value. The magnetic field value 1 by pi ആണ്. സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് 0.2 meter എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഡിസ്കിന്റെ റേഡിയസ് നമുക്കറിയാം, റേഡിയസ് എഴുതി വെക്കാം. 0.2 meter ആണ് റേഡിയസ്. ഓക്കെ. And this is placed in a uniform magnetic field in such a way that its axis makes an angle of 60 degree with the magnetic field. അപ്പോ മാഗ്നറ്റിക് ഫീൽഡിനും സർക്കുലർ ഡിസ്കിന്റെ ആക്സിസും മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ആംഗിൾ? 60 ഡിഗ്രി. അപ്പൊ ശ്രദ്ധിക്കണം, സർക്കുലർ ഡിസ്കിന്റെ ആക്സിസ്. അപ്പൊ ഇതാണ് എന്റെ ഡിസ്ക് എങ്കിൽ ഇവരുടെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ആക്സിസും മാഗ്നറ്റിക് ഫീൽഡും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ മക്കളൊരു കാര്യം ഓർക്കുക, ഒരു സർഫസ് ഏരിയക്ക് പെർപെൻഡിക്കുലർ ആണ് എപ്പോഴും ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവന്റെ ആക്സിസിലൂടെ തന്നെയാണ് നമ്മുടെ ഏരിയ വെക്റ്ററും കടന്നു പോകുക. ഇവന്റെ ആക്സിസിലൂടെ തന്നെയാണ് ഇവന്റെ ഏരിയ വെക്റ്റർ കടന്നു പോകുക. അപ്പൊ ഏരിയ വെക്റ്ററും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് അപ്പൊ ആക്ച്വലി 60 ഡിഗ്രി തന്നിട്ടുള്ളത്. അപ്പൊ ആക്സിസും ഏരിയ വെക്റ്ററും ഒരേ ഒരു ഇതിലൂടെയാണ് കടന്നു പോവുക ഇവിടെ. വിച്ച് മീൻസ് വാട്ട് ദേ ഹാവ് ഗിവൺ us the ആംഗിൾ ബിറ്റ്വീൻ ഏരിയ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഒരു പോയിന്റ് വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ചെയ്യാൻ. കാരണം ചിലപ്പോ ക്വസ്റ്റ്യനിൽ തരിക ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻ സർഫസ്, ഡിസ്കിന്റെ സർഫസും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ തരും. പക്ഷെ നമ്മുടെ ഫ്ലക്സിന്റെ ഇക്വേഷൻ നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് പോലെ ബി ഡോട്ട് എ ആണ് അല്ലെ. ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ബി ആൻഡ് എ ആണ്. ഓർ ബി എ കോസ് തീറ്റ എന്ന് പറയും. അപ്പൊ ബി എ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ തീറ്റ എന്ന് പറഞ്ഞാൽ it is the angle between the area vector and the magnetic field. നിങ്ങൾ മാറിപ്പോകരുത്, അതാ സാർ എടുത്തു പറയുന്നത്. ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ, അല്ലാതെ ഏരിയ ഓഫ് ദ സർഫസും സർഫസ് ഏരിയയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ അല്ല. ഓക്കെ. ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ ഫൈ ഇസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ എന്ന് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഫൈ അല്ലേ കണ്ടുപിടിക്കണ്ടേ നമുക്ക്. അപ്പൊ ഫൈ ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്. ബി എന്ന് പറയുന്നത് എത്രയാ? 1 by pi ആണ്. ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, സർക്കുലർ ഡിസ്ക് ആണ്. സർക്കുലർ ഡിസ്കിന്റെ ഏരിയ എന്താ പറഞ്ഞ ആരെങ്കിലും? വാട്ട് ഇസ് ഏരിയ ഓഫ് സർക്കുലർ ഡിസ്ക്? പൈ ആർ സ്ക്വയർ മതി. കാരണം സർക്കുലർ ഡിസ്ക് അല്ലേ. ഡിസ്ക് എന്ന് പറയുമ്പോൾ തിൻ ഡിസ്ക് ആയിട്ട് കൂട്ടിയാൽ മതി. ഇവര് തിക്നെസ് തന്നിട്ടില്ല. ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരിക, തിക്നെസ് എടുക്കണ്ടേ, ഡിസ്ക് അല്ലേ. പക്ഷെ ഇവിടെ തിക്നെസ് തരാത്തത് കൊണ്ട് തിൻ ഡിസ്ക് ആയിട്ട് എടുക്കാം. തിൻ ഡിസ്ക് എന്ന് പറയുമ്പോൾ സർക്കുലർ ഡിസ്ക് അല്ലേ. അപ്പൊ സർക്കുലർ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ, സർക്കിളിന്റെ ഏരിയ പോലെ.
പൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് 60 വരും. പൈ ക്യാൻസൽ ആയി പോയി. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ 0.2 ആണ്. അപ്പൊ 0.2 ഇൻറ്റു 0.2 കോസ് 60. കോസ് 60 എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ട് ഇസ് ദ വാല്യൂ ഫോർ കോസ് 60? 1/2. 1/2 അല്ലേ? √3/2 ആണോ കോസ് 60? അല്ല, 1/2 ആണ് അല്ലെ? അപ്പൊ ഈ 2 ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് 0.1 എന്ന് വന്നു. അപ്പൊ 0.2 ഇൻറ്റു 0.1 എന്താ അത്? 0.02. സോ ഫ്ലക്സ് ആണ്. ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ ആണ്. വെബർ പെർ മീറ്റർ സ്ക്വയർ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ആണ്. ഇതിന് മറ്റൊരു യൂണിറ്റ് ഉണ്ട്, ടെസ്ല. ദാറ്റ് ഇസ് അനദർ യൂണിറ്റ് ഫോർ മാഗ്നറ്റിക് ഫീൽഡ്. ഫ്ലക്സ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ദി കറസ്പോണ്ടിങ് ആൻസർ ഇസ് 0.02 വെബർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. ഫ്ലക്സ് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. ഫ്ലക്സ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്? തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഏരിയ വെക്ടർ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് മക്കൾ ഓർത്തിരിക്കേണ്ടത്. ഇറ്റ് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഏരിയ വെക്ടർ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, എന്നിട്ട് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പെട്ടെന്ന് ആൻസറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരാം. ഓൾറൈറ്റ്, ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇത് ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനില് എ കോയിൽ ഓഫ് റെസിസ്റ്റൻസ് 400 ഓം. തന്നിട്ടുള്ള ഡേറ്റ നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം. കോയിൽ ഓഫ് റെസിസ്റ്റൻസ് 400 ഓം എന്ന് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിലാണ് അവനെ പ്ലേസ് ചെയ്യുന്നത്. ഇഫ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ വേരീസ് വിത്ത് ടൈം ആസ്. അപ്പൊ ഫ്ലക്സിന്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, 50 t square plus 4. The current in the coil at t is equal to 2 seconds. Current ആണ് കണ്ടുപിടിക്കേണ്ടത് at t is equal to 2 seconds. Okay. അപ്പൊ ഇവിടെ കറണ്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇവിടെ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ കണ്ടീഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കാലത്തൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ ഒരു ബന്ധമില്ലെന്നാണ്. പക്ഷെ പിന്നീട് നമ്മുടെ ഏർസ്റ്റഡ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് എല്ലാം ചെയ്തപ്പോൾ ഹി എസ്റ്റാബ്ലിഷ് ദാറ്റ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വന്നപ്പോഴാണ് നമ്മുടെ ഫാരഡെ എല്ലാം നേരെ തിരിച്ചും ചിന്തിച്ചത്. കാണ്ട് എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് EMF? ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിന് ഒരു EMFോ ഒരു കറന്റോ പ്രൊഡ്യൂസ് ചെയ്ത് കൂടെ എന്ന് ചിന്തിച്ചു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ചിന്തിച്ചതിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF, ഫാരഡേസ് ലോന്റെ കുറെ കൺസെപ്റ്റ് ഒക്കെ നമുക്ക് കിട്ടിയത്. ഫാരഡെ 1-2 എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തു. അദ്ദേഹം 2 കോയില് അടുത്തടുത്ത് വെച്ചു. അതുപോലെ ഒരു കോയില് വെച്ച് ഒരു മാഗ്നറ്റ് വെച്ചു. മാഗ്നറ്റ് അകത്തേക്കും പുറത്തേക്കൊക്കെ നീക്കി. അപ്പൊ അദ്ദേഹം ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഫാരഡെ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഞാൻ ജസ്റ്റ് ആ ഫിഗർ ഒന്ന് വരയ്ക്കാം, മാഗ്നറ്റിന്റെ മാത്രം. അദ്ദേഹം ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ട് എങ്കിൽ ഇവിടെ ഒരു ഗാൽവനോമീറ്റർ അദ്ദേഹം വെച്ചിരുന്നു. അദ്ദേഹം ഒരു മാഗ്നറ്റ് എടുത്തു. ഈ മാഗ്നറ്റ് എടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു അറിയോ? ഹി വാസ് ആക്ച്വലി മൂവിങ് ദിസ് മാഗ്നറ്റ്. അകത്തേക്ക് നീക്കി, പുറത്തേക്ക് നീക്കി, അകത്തേക്ക് നീക്കി, പുറത്തേക്ക് നീക്കി. ഹി വാസ് മൂവിങ് ദ മാഗ്നറ്റ് ഇൻ ടു ദ കോയിൽ ആൻഡ് ഔട്ട് ഓഫ് ദ കോയിൽ. ഇങ്ങനെ ഈ മാഗ്നറ്റ് നീക്കിയപ്പോ അദ്ദേഹം ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മാഗ്നറ്റ് അടുത്തേക്ക് നീക്കാൻ നേരത്ത് ഡിഫ്ലക്ഷൻ ലെഫ്റ്റിലേക്ക് ആയിരുന്നെങ്കിൽ ഈ മാഗ്നറ്റ് പുറത്തേക്ക് നീക്കാൻ നേരത്ത് ഡിഫ്ലക്ഷൻ ആദ്യം വന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ആദ്യം അകത്തേക്ക് നീക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് ആണെങ്കിൽ പുറത്തേക്ക് നീക്കുമ്പോൾ റൈറ്റിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ സീരീസ് ഓഫ് എക്സ്പീരിയൻസ് അദ്ദേഹം ചെയ്തു. അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, the EMF is produced in such a manner that it opposes the cause for it. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു ഒബ്സർവേഷൻ ആയിരുന്നില്ല. ലെൻസസ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ലോ. അങ്ങനെയാണ് ഇൻഡ്യൂസ് EMFന്റെ ഒരു കറക്റ്റ് കണ്ടീഷൻ നമുക്ക് വന്നത്. ഫാരഡെ കൂടുതലും ഒബ്സർവേഷൻ നടത്തിയത് ഇൻഡ്യൂസ് EMF പ്രപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്നായിരുന്നു. കാരണം ഈ മാഗ്നറ്റിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മാഗ്നറ്റ് ഞാൻ ഈ കോയിലിനടുത്തേക്ക് നീക്കുമ്പോൾ സംഭവിക്കുന്നത്, the magnetic field onto which the coil is exposed changes. ഈ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് കോയിൽ എക്സ്പോസ്ഡ് ആയിരിക്കുന്ന മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ഈ മാഗ്നറ്റ് അടുത്തേക്ക് നീക്കുമ്പോൾ അവൻ എക്സ്പോസ്ഡ് ആവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടും.
കൂടുമ്പോൾ അതിനകത്ത് ഒരു ഇൻഡക്ഷൻ വരുന്നുണ്ട്, ഒരു EMF ഇൻഡ്യൂസ്ഡ് ആകുന്നുണ്ട്. സോ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ചേഞ്ച് ഇൻ ദ ഫ്ലക്സ് ഓർ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ലെൻസസ് അതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the EMF is induced in such a manner that it opposes the cause for it. അവിടെ EMF ഇൻഡ്യൂസ് ആവുമ്പോൾ അത് ഇൻഡ്യൂസ്ഡ് ആവുന്നത് in such a manner that it opposes the cause for it. അപ്പൊ എന്തുകൊണ്ടാണോ അവിടെ EMF ഇൻഡ്യൂസ് ആയത്, ആ ഒരു കോസിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും EMF ഇൻഡ്യൂസ്ഡ് ആകുക എന്നാണ് ലെൻസസ് ആൻഡ് ഫാരഡേ ഒരുമിച്ച് പറഞ്ഞത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്: E is equal to minus d∅/dt. ആ മൈനസ് അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഒപ്പോസസ് ദ കോസ് ഫോർ ഇറ്റ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ, ഞാനൊരു ലൂപ്പ് എടുത്തു. ഇവിടെ ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോള് ഇതിനടുത്തേക്ക് വരുന്നു. മാഗ്നറ്റിന്റെ നോർത്ത് പോള് ഞാൻ നിങ്ങളോട് ഓൾറെഡി പഠിപ്പിച്ചിരുന്നു. ഒരു കറന്റ് ക്യാരിങ് കോയിലിലും നോർത്ത് പോൾ സൗത്ത് പോൾ അസൈൻഡ് ആകും എന്ന് പഠിപ്പിച്ചിരുന്നു. നോർത്ത് പോള് അടുത്തേക്ക് വരുമ്പോ ഈ കോയിൽ ഇഷ്ടമല്ല ഈ നോർത്ത് പോൾ അവന്റെ അടുത്തേക്ക് വരുന്നത്. കോയിൽ ഇഷ്ടമല്ല, കോയിൽ എന്തോ ദേഷ്യ ആരോട്, നമ്മുടെ ഈ മാഗ്നറ്റിന്. അപ്പോ ഈ നോർത്ത് പോൾ അടുത്തേക്ക് വരുമ്പോൾ കോയിൽ എന്ത് പറയും? അയ്യോ അച്ഛാ പോലെ, അയ്യോ അച്ഛാ പോലെ എന്നൊക്കെ പറയാറില്ലേ ആ സിനിമയിലെ ഡയലോഗ് പോലെ. അയ്യോ മാഗ്നറ്റ് എന്റെ അടുത്തേക്ക് വരല്ലേ, അയ്യോ മാഗ്നറ്റ് എന്റെ അടുത്തേക്ക് വരല്ലേ എന്ന് പറയും. പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. ബിക്കോസ് വി ആർ മൂവിങ് ദ മാഗ്നറ്റ് ക്ലോസ് ടു ദ കോയിൽ. അപ്പൊ കോയിൽ എന്ത് ചെയ്യും? ഹി വിൽ ട്രൈ ടു ഒപ്പോസ് ഇറ്റ്. ഒപ്പോസ് ചെയ്യാൻ അവൻ എന്ത് ചെയ്യുന്നറിയോ? അവൻ ഇവിടെ ഒരു നോർത്ത് പോൾ ക്രിയേറ്റ് ചെയ്യണം, എന്നാലേ അവൻ ഒപ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ നോക്കുമ്പോ നോർത്ത് പോൾ വരണമെങ്കിൽ കറണ്ട് ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യണം? ആന്റി ക്ലോക്ക്വൈസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യണം. അപ്പോ ഈ നോർത്ത് പോളിന് ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോളിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഈ കോയിലിലെ കറണ്ട് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോ നമ്മൾ അങ്ങനെ നിർബന്ധം പിടിച്ച് ബലം പിടിച്ച് ഈ ഇതിനകത്ത് കയറ്റി എന്ന് വിചാരിക്കാം. ഈ നമ്മുടെ മാഗ്നറ്റ് അവിടെ കയറ്റി വെച്ചു. ഇനി മാഗ്നറ്റ് പുറത്തേക്ക് പോകുമ്പോഴും കോയിൽ ഇഷ്ടമല്ല. ബിക്കോസ് എവ്രി ഒബ്ജക്ട് പ്രിഫേഴ്സ് ആൻ ഈക്വിലിബ്രിയം. ആദ്യം കോയിൽ ഈക്വിലിബ്രിയത്തിലായിരുന്നു, സമാധാനമായിട്ട് ഇരിക്കുമായിരുന്നു. നമ്മളൊരു പഴഞ്ചൊല്ല് പറയില്ലേ, ഉറങ്ങുന്ന കൊച്ചിനെ വിളിച്ചിട്ട് പാലില്ലെന്ന് പറയുന്നു, അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയില്ലോ. സോ സിമിലർ ടു ദാറ്റ്, കോയിൽ ആദ്യം റെസ്റ്റിലായിരുന്നു. ആ കോയിലിനടുത്തേക്കാണ് മാഗ്നറ്റ് കൊണ്ടുവന്നത്. അപ്പൊ ആദ്യം ഒപ്പോസ് ചെയ്തു, പിന്നെ രക്ഷയില്ലെന്ന് കണ്ടപ്പോ ഓക്കെ അവിടെ കയറുന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് നമ്മൾ ഈ മാഗ്നറ്റ് when I'm trying to take it out of the loop, കോയിലിന് പിന്നെ ഇഷ്ടപ്പെടില്ല. അപ്പൊ കോയിൽ എന്ത് ചെയ്യുന്നറിയോ? അവൻ അവിടെ തന്നെ നിർത്താൻ നോക്കും. will try to maintain the position of the magnet there itself. അതിനുവേണ്ടി ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഇപ്പൊ ഇൻഡ്യൂസ്ഡ് ആയതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കറന്റ് അവിടെ ഇൻഡ്യൂസ്ഡ് ആകും, എന്നിട്ട് അവൻ അവിടെ തന്നെ ഇരുത്താൻ നോക്കും. അപ്പോ അതുകൊണ്ടാണ് EMF is equal to minus d∅/dt എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ എഴുതുമ്പോൾ ഇതിനകത്ത് കുറച്ച് അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നത്, നമുക്ക് എപ്പോഴും ഒരു ടേൺ അല്ല ആവണമെന്നില്ല. അപ്പം n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ -n d∅/dt എന്ന് ഇക്വേഷൻ നമുക്ക് എഴുതാം. ഓക്കെ, നൗ ഈ സെയിം ഇക്വേഷൻ നമ്മൾ രണ്ട് ടേംസിന്റെ ഫോമിൽ, ഒന്ന് സെൽഫ് ഇൻഡക്ഷൻ, രണ്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇതിന്റെ ഫോമിൽ നമുക്ക് ഈ ഇക്വേഷനെ റീപ്ലേസ് ചെയ്ത് എഴുതാം. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോയിലിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ കറന്റ് കാരണം അതിനകത്തൊരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ആ കോയിലിൽ തന്നെ ഇൻഡ്യൂസ്ഡ് ആകുന്ന EMF. റിപ്പീറ്റ്, സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ പിന്നെ പറഞ്ഞുതരാം. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോയിലിലുള്ള കറന്റ് മാറുന്നു, ആ കറന്റ് മാറുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നു, ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ആ കോയിലിൽ തന്നെ ഇൻഡ്യൂസ്ഡ് ആകുന്ന EMF. അതാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ അവനെ ബാക്ക് EMF എന്നൊക്കെ വിളിക്കാറുണ്ട്. M എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. രണ്ട് കോയിൽസ് അവിടെ ഇൻവോൾവ് ആണ്. ഓക്കെ, ചിലപ്പോ ഇങ്ങനെ കോയാക്സിലി ഒന്നിന്റെ അകത്ത് ഒന്ന് വെക്കാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് നീക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഒരു കോയിലിന്റെ കറന്റ് മാറുന്നു, ആൻഡ് ആസ് എ റിസൾട്ട് ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ചേഞ്ചിങ്. ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്ന മറ്റൊരു കോയിലിൽ EMF ഇൻഡ്യൂസ് ആകുന്നു. റിപ്പീറ്റ്, ഒരു കോയിലിന്റെ കറന്റ് മാറുന്നു, ആ കോയിലിന്റെ കറന്റ് മാറുമ്പോൾ അവന്റെ മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നു, ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന മറ്റൊരു കോയിലിൽ EMF ഇൻഡ്യൂസ്ഡ് ആകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, വലിയ കോയിൽ ചെറിയ കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്നതും ചെറിയ കോയിൽ വലിയ കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്നതും സെയിം ആയിരിക്കും. സോ രണ്ട് M12 is equal to M21 എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് പോകാം.
അപ്പൊ E is equal to minus N d phi by dt ആണ്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് രണ്ട് ഇക്വേഷൻസ് കൂടി എഴുതാം. E is equal to minus L di by dt. di by dt എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ കറന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അതുപോലെ E is equal to minus M di by dt. ഈ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇത് രണ്ടും അതിലൂടെ ചേർത്ത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഈ ഇക്വേഷൻ തന്നെ മറ്റൊരു രീതിയിലേക്ക് നമുക്ക് മോഡിഫൈ ചെയ്യാം. EMF എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ് ബേസിക്കലി. വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ ഓംസ് ലോ വി ക്യാൻ സേ ദാറ്റ് V is equal to IR ആണ്. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെയും എഴുതാം. IR is equal to minus N d phi by dt. IR ന്റെ ഫോമിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്ത് അടുത്ത സ്റ്റെപ്പ് ഞാൻ എഴുതുന്നു. I is equal to മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ, N d phi by dt. സൈൻ എടുത്തോ, കുഴപ്പമില്ല. I അപ്പൊ താഴെ എന്ത് വരും, ഒരു R വരും. ഓക്കെ, ഐനെ നമുക്ക് ഡി ക്യൂ ബൈ ഡി ടി എന്ന് എഴുതാം, ചാർജിന്റെ ഫോം. അപ്പൊ ഡി ക്യൂ ബൈ ഡി ടി is equal to minus N by R d phi by dt. ഓക്കെ, സോ നമുക്ക് ഡി ടി ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഡി ക്യൂ is equal to minus N into d phi by R. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇല്ലെങ്കിൽ നമുക്ക് n എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ആ n കളയാം. നമ്പർ ഓഫ് ടേൺസ് 1 ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് അവിടെ ഇല്ല എങ്കിൽ ഇങ്ങനെയാക്കാം ഇക്വേഷന്. സോ ദിസ് ഇസ് വാട്ട് യു ആർ ഗെറ്റിംഗ്. ഡി ക്യൂ is equal to magnitude of d phi by dr or minus d phi by dr എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഇക്വേഷൻ. പിന്നെ ഇതിലേക്ക് വന്ന വഴി മനസ്സിലായല്ലോ. ഇന് ഓംസ് ലോ പ്രകാരം IR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ചിലപ്പോൾ കറന്റ് ആയിരിക്കാം നിങ്ങളോട് ചോദിക്കുന്നത്. ഇത്രയും ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് നിങ്ങളുടെ ബോർഡ് എക്സാമിനോ എൻട്രൻസിനോ വരാനുള്ള ചാൻസ്, എൻട്രൻസ് എന്ന് പറയുമ്പോൾ നീറ്റ് തന്നെ വരണമെന്നില്ല, കീമിനാണെങ്കിലും വരാനുള്ള ചാൻസ് വളരെ വളരെ ഹൈ ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫൈ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, കറന്റ് ഇൻ ദ കോയിലാണ് കണ്ടുപിടിക്കേണ്ടത്, I ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഐയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി ഇവിടെ നിന്ന് അറിയാം. I എന്ന് പറഞ്ഞാൽ എന്താണ്, I is equal to minus N by R d phi by dt അല്ലെ. നമ്പർ ഓഫ് ടേൺസോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അപ്പൊ എന്നിന് അവിടെ പ്രസക്തി ഇല്ല. d phi by dt എന്ന് വെച്ചാൽ phi is given to you, you have to take the derivative. ഏത് സമയത്താണ്, t is equal to 2 seconds. അപ്പൊ ആദ്യം ഫൈന്റെ ഡെറിവേറ്റീവ് എടുക്കണം, and we have to put the value of t as 2 seconds. So that will be equal to minus of 1 by r, okay, d phi by dt. 50 t square plus 4 ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, 50 t square എന്ന് പറഞ്ഞാൽ 50 t square, that will be 100 t. 4 കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് 0 ആണ്, അപ്പൊ 100 t at t is equal to 2 seconds. Substitute ചെയ്യുമ്പോൾ 200 എന്ന് വരും. R ന്റെ വാല്യൂ 400 ആണ്, so minus 200 by 400, that will be equal to 1 by 2, or that is equal to minus 0.5 ampere. So minus കാണിക്കുന്നത് അതിന്റെ ഡയറക്ഷൻ ആണ്, don't worry about the minus sign, so the answer will be 0.5 ampere. സോ അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്, ഇൻഡ്യൂസ് EMF നമ്മുടെ ലെൻസസ് ലോയും ഫാരഡേസ് ലോ ഒക്കെ കമ്പൈൻ ചെയ്ത്, ഫാരഡേ പറഞ്ഞത് ഇൻഡ്യൂസ്ഡ് EMF is proportional to d phi by dt എന്നാണ്. ഡയറക്ഷന്റെ ഒരു കൺസെപ്റ്റ് അവിടെ അസൈൻ ചെയ്യുന്ന ലെൻസസ് ആണ്. അപ്പൊ E is equal to minus d phi by dt ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫൈന് പകരം ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡെറിവേറ്റീവ് എടുത്തു, ടൈം t is equal to 2 seconds ഇട്ട് കൊടുത്തു, നമ്മൾ I കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞ കൺസെപ്റ്റുകളും അസോസിയേറ്റഡ് ആയിട്ടൊന്നും ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ 2010 ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഞാനൊക്കെ എക്സാം എഴുതിയ ഇയറിലെ ക്വസ്റ്റ്യൻ. A conducting circular loop is placed in a uniform magnetic field B. ഇപ്പൊ B തന്നിട്ടുണ്ട്, കണ്ടക്ടിങ് സർക്കുലർ ലൂപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ കണ്ടക്ടിങ് സർക്കുലർ ലൂപ്പ് ആണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ തന്നിട്ടുള്ളത് B is equal to 0.025 ടെസ്ല. പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ലൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ കണ്ടക്ടിങ് സർക്കുലർ ലൂപ്പ് is placed in an uniform magnetic field with its plane perpendicular to the loop. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂപ്പ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, അപ്പൊ അതിന്റെ പ്ലെയിൻ എന്തിന് പെർപെൻഡിക്കുലർ ആണ്, ലൂപ്പിന് പെർപെൻഡിക്കുലർ ആണ് അല്ലെ. The radius of the loop is made to shrink at a constant rate 1 millimeter square. ഒരു conducting circular loop is placed in a uniform magnetic field
with its plane perpendicular to the loop. But plane perpendicular to the loop in the better word is magnetic field എന്ന് പറയാണ് കറക്റ്റ്. കാരണം ലൂപ്പ് ആണല്ലോ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടുള്ളത്. പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കുറച്ചുകൂടി ആപ്റ്റ് വേർഡ് അവിടെ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, പ്ലെയിൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവന്റെ ആക്സിസ് എങ്ങനെയായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലായിരിക്കും. ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലായിരിക്കും. അതാ ഉദ്ദേശിക്കുന്നത്. പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ലൂപ്പിന്റെ പ്ലെയിൻ ഓഫ് ദ ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും ഒരേ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ നമുക്ക് ബി ഡോട്ട് എയില് ബി എ കോസ് തീറ്റ, തീറ്റ 0 ആണ്, കോസ് 0 1 ആണ്. അതിനുവേണ്ടി അങ്ങനെ പറയുന്നത്. റേഡിയസ് ഓഫ് ദ ലൂപ്പ് is made to shrink at a constant rate of 1 millimeter per second. അപ്പൊ റേഡിയസ് ഓഫ് ദ ലൂപ്പ് ഷ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു dr/dt ആണ് തന്നിട്ടുള്ളത്. dr/dt എന്താണത്? dr/dt എന്ന് പറഞ്ഞാൽ 1 millimeter per second ആണ്. കൺവേർട്ട് ചെയ്യുമ്പോൾ 1 into 10⁻³ meter per second. റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് 2 സെന്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. 2 into 10⁻² meters. ഓക്കെ, ഇത്രയും ഡേറ്റയാണ് അവിടെ തന്നിട്ടുള്ളത്. സോ നമുക്ക് വേണ്ടത് എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ആണ് വേണ്ടത്. We know that induced EMF E is equal to എന്താണ്? -d∅/dt ആണ്. സോ എത്ര ടേംസ് ഉണ്ട്? കണ്ടക്ടിങ് സർക്കുലർ ലൂപ്പ് എന്നാണ് പറയുന്നത്. നമ്പർ ഓഫ് ടേംസ് ഒന്നും ഇല്ല. സോ ദിസ് ഇസ് ഈക്വൽ ടു ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. അതിന്റെ പല പല ഫോം നമുക്കിപ്പോ കാണാം. ഫൈ എന്ന് വെച്ചാൽ BA കോസ് തീറ്റ ഓർ കോസ് ഒമേഗ ടി എന്ന് എഴുതാം. അപ്പൊ ഇതിനകത്ത് പല കണ്ടീഷൻസ് വരാം. ചിലപ്പോൾ ബി ആയിരിക്കാം വേരിയബിൾ, ചിലപ്പോൾ എ ആയിരിക്കാം വേരിയബിൾ, ചിലപ്പോൾ കോസ് ഒമേഗ ടി ആയിരിക്കാം വേരിയബിൾ. സപ്പോസ് ഇ ഈസ് ഈക്വൽ ടു ബി ആണ് വേരിയബിൾ, എങ്ങനെ എഴുതുമെന്ന് അറിയോ? എ കോസ് ഒമേഗ ടി നമ്മൾ പുറത്തേക്ക് എടുക്കും. സോ dB/dt എന്ന് പറയും. d/dt ഓഫ് ബി. ബി ആണ് കോൺസ്റ്റന്റ് എങ്കിൽ, ഇത് കുറച്ച് കാര്യങ്ങൾ എക്സാമ്പിൾസ് പറയുന്ന കേട്ടോ. ബി ആണ് വേരിയബിൾ എങ്കിൽ. ഇനി എ ആണ് വേരിയബിൾ എങ്കിലോ -BA ബി കോസ് ഒമേഗ ടി dA/dt അങ്ങനെ എഴുതും. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ചിലപ്പോ ഐ ആയിരിക്കാം വേരിയബിൾ. അങ്ങനെ പല പല ടേംസ് വരാം. എന്തോ ആവാം വേരിയബിൾ കേട്ടോ. ഡിപ്പെൻസ് ഓൺ ദി സിറ്റുവേഷൻ. ഇനി അപ്പൊ ഏരിയ വേരിയബിൾ എന്ന് പറയുമ്പോൾ അവന്റെ റേഡിയസ് ആകാം വേരിയബിൾ. കാരണം ഏരിയ എന്ന് പറയുമ്പോൾ സർക്കുലർ ലൂപ്പ് എന്ന് പറയുമ്പോൾ πr² ആണ്. അപ്പൊ പൈ എന്തായാലും കോൺസ്റ്റന്റ് ആണ്. സോ ഏരിയ ഈസ് ദ വേരിയബിൾ. ഈ മറ്റൊരു കണ്ടീഷൻ കോസ് ഒമേഗ ടി വേരിയബിൾ ആവുമ്പോൾ, സോ -BA d/dt ഓഫ് കോസ് ഒമേഗ ടി. മക്കളെ കോസ് ഒമേഗ ടിന്റെ ഡെറിവേറ്റീവ് എന്താ പറയാമോ? കോസ് ഒമേഗ ടിന്റെ ഡെറിവേറ്റീവ് എന്താ? -sin omega t into ഒമേഗ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടും. ഓൾറെഡി മൈനസ് ഉണ്ട്, ഇവനൊരു മൈനസ് കൂടി തരുമ്പോൾ നമുക്ക് പ്ലസ് ആയി പോവും. BA ഒമേഗ സൈൻ ഒമേഗ ടി. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അങ്ങനെ EMF ഓരോ സിറ്റുവേഷനിലും നമുക്ക് സിറ്റുവേഷൻ നോക്കി എഴുതാം. അപ്പൊ ഇവിടെ പറയുന്നത് റേഡിയസ് മാറുന്നു എന്നാണ് ഇവിടെ പറയുന്നത് നമ്മളോട്. ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണ്? റേഡിയസ് ഇസ് ചേഞ്ചിങ് എന്നാണ് പറയുന്നത്. റേഡിയസ് ഇസ് ചേഞ്ചിങ് അറ്റ് എ പർട്ടിക്കുലർ റേറ്റ്. അപ്പൊ റേഡിയസ് ആണ് മാറുന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാ ടാക്കിൾ ചെയ്യുക? റേഡിയസ് ഇസ് ചേഞ്ചിങ് ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ആണ് വേണ്ടത്, ഈ കണ്ടീഷൻ ആണ് വേണ്ടത്. കാരണം ഏരിയ ആണ് മാറുന്നത്, റേഡിയസ് ഇസ് ചേഞ്ചിങ്. അപ്പൊ നമുക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് നോക്കാം. സോ E is equal to -B cos omega t into dA/dt. ഇവിടെ cos omega t എടുക്കണ്ട. കാരണം എന്താ? ഈ കേസിൽ അവർ കൃത്യമായിട്ടും പറയുന്നുണ്ട് ഒമേഗ ടി എന്ന് പറയുന്നത് തീറ്റയാണ് കേട്ടോ. ഒമേഗ ടി എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പൊ ഈ കേസിൽ നമുക്ക് ബി മാത്രം മതി. -B into dA/dt. കാരണം cos omega t എടുക്കാത്ത എന്തുകൊണ്ടാ? ഈ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തീറ്റ 0 ആണ്. വി ഡോണ്ട് ഹാവ് ടു ടേക്ക് ദാറ്റ്. അപ്പൊ ഏരിയയിൽ പൈ പുറത്തേക്ക് എടുക്കാം. സോ -B into പൈ into d/dt ഓഫ് r² എന്ന് വരും. ഡെറിവേറ്റീവ് ഓഫ് r² എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു r ആയിരുന്നെങ്കിൽ 2r എന്ന് ചുമ്മാ എഴുതിയാൽ മതി. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പൊ -B പൈ into r² ഡെറിവേറ്റീവ് 2r into dr/dt എന്ന് വരും. ഓക്കെ, ടേംസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഇനി ആൻസർ കിട്ടും. മാഗ്നറ്റിക് ഫീൽഡ് 0.025 ടെസ്ല. പൈ എന്ന് തന്നെ കിടക്കട്ടെ. 2r 2 into 10⁻². dr/dt 1 millimeter. അപ്പൊ 1 into 10⁻³
ഇതാണ് നമുക്ക് വരുന്നത്. ഓക്കെ, dr/dt തന്നിട്ടുണ്ടല്ലേ, തന്നിട്ടുണ്ട്. സോൾവ് ചെയ്യുമ്പോൾ ഏത് ആൻസർ വരും നോക്കിയേ. അപ്രോക്സ് കണ്ടുപിടിച്ചാൽ മതി, പെട്ടെന്ന് ചെയ്ത്. 2 into 4 വരും. ഇത് പൈ ആണ് കേട്ടോ മക്കളെ, ഇത് പൈ ആണ്. 2 into 4 വരും. 4 into 25 എത്രയാ? 100 വരും. 100 0.100 100 പൈ പവർ 10 to the power of -5 വന്നു. ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോ ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ 1 പൈ into 10 to the power -6 വരും. പൈ. ഓപ്ഷൻ ബി വരും ആൻസർ. ഓപ്ഷൻ ബി വിൽ ബി ദ കറസ്പോണ്ടിങ് ആൻസർ ഫോർ ദാറ്റ്. യെസ് മക്കളെ, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് ഒന്നുകൂടെ പറയാൻ ഞാൻ ഓടിച്ചിട്ട്. ഒന്നുമില്ല, ഫസ്റ്റ് തന്നെ കണ്ടീഷൻ ഒരു സർക്കുലർ ലൂപ്പ് ഉണ്ട്. സർക്കുലർ ലൂപ്പ് ഇസ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും ആംഗിൾ സെയിം, ആംഗിൾ 0 ആണെന്ന് കണ്ടുപിടിച്ചു. കാരണം വിത്ത് ദിസ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെ എടുത്താൽ മതി, കൺഫ്യൂഷൻ വരില്ല. അപ്പൊ നമ്മൾ θ0 ആണെന്ന് കണ്ടുപിടിച്ചു. വി നോ ദാറ്റ് ദ ഇൻഡ്യൂസ്ഡ് EMF E is equal to -d∅/dt. ഫൈ എന്ന് വെച്ചാൽ dA cos ωt എന്നറിയാം. അപ്പൊ ഇവിടെ cos ωt ക്ക് റെലവൻസ് ഇല്ല, കാരണം അത് എന്താണ്? cos ωt എന്ന് പറയുന്നത് 1 ആണ്, ബിക്കോസ് θ is equal to 0 ആവുന്നത്. അപ്പൊ BA, അപ്പൊ ഏരിയ ആണ് ചേഞ്ച് ചെയ്യുന്നത്, കാരണം റേഡിയസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ 3 കണ്ടീഷൻസ് കാണിച്ചതാണ്. ഓരോരുത്തരും വേരി ചെയ്യുമ്പോൾ എങ്ങനെ ഇക്വേഷൻ എഴുതാമെന്ന്. അപ്പൊ ഏരിയ വേരി ചെയ്യുന്നു. dr/dt of r² എന്ന് വന്നു. r² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2r into dr/dt ആണ്. ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഓൾ ദ വാല്യൂസ് ഓവർ there, ആൻഡ് ഫൈനലി നമുക്ക് ആൻസർ ഇതാണ്. ഓർ ഓപ്ഷൻ ബി വിൽ ബി ദ കറസ്പോണ്ടിങ് ആൻസർ. മൈക്രോന്റെ ഫോമിലേക്ക് മാറ്റി, ടെമ്പറേച്ചർ -5 ഉള്ളു അവിടെ. മൈക്രോന്റെ ഫോമിലേക്ക് മാറ്റുമ്പോൾ 10 to the power of -6 വെച്ച് 5 മൈക്രോ വോൾട്ട് എന്ന് ആൻസർ കിട്ടും. ഓക്കെ മക്കൾ, ഒന്നുകൂടെ പറയണോ ഞാൻ? മനസ്സിലായോ? ആംഗിൾ എന്നാണ് പറയാം. Conducting circular loop is placed in a uniform magnetic field with its plane perpendicular to the loop എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ ലൂപ്പിന്റെ കൺഫ്യൂഷൻ മാറ്റി പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അപ്പൊ ക്ലിയർ ആവും. പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഈ സർക്കുലർ ലൂപ്പിന്റെ പ്ലെയിൻ എന്ന് പറയുമ്പോൾ പ്ലെയിൻ സർഫസ്. ഇപ്പോ ഇതാണെങ്കിൽ ഇതൊരു പ്ലെയിൻ സർഫസ്. സർക്കുലർ ലൂപ്പിന്റെ പ്ലെയിൻ സർഫസ് എന്തിന് പെർപെൻഡിക്കുലർ ആണ്? സർക്കുലർ ലൂപ്പിന്റെ പ്ലെയിൻ സർഫസ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ സർക്കുലർ ലൂപ്പിന്റെ പ്ലെയിൻ സർഫസ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയിരിക്കണ്ടേ? അപ്പൊ പെർപെൻഡിക്കുലർ ആണ് അല്ലെ? നൗ നമുക്കറിയാം B.A എന്ന് പറഞ്ഞാൽ എന്തിന്റെ ആംഗിൾ ആണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഏരിയ വെക്ടറിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ്. അപ്പൊ ഇവര് 90 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ ഏരിയ വെക്ടർ എങ്ങോട്ടാ? ഇപ്പോഴും പെർപെൻഡിക്കുലർ ടു ഏരിയ അല്ലേ ഏരിയ വെക്ടർ. അപ്പൊ എയും ബിയും ഇപ്പൊ ഒരേ ആംഗിൾ വന്നില്ലേ? അതായത് θ = 0 വന്നില്ലേ? മനസ്സിലായോ? മനസ്സിലായി. ഒന്നുകൂടെ പറയണോ ഞാൻ പോയിന്റ്? ഏരിയയുടെ പറഞ്ഞു. ഏരിയ, അതെ, ഏരിയ വെക്ടർ. ഏരിയ ഒരു സർഫസ് ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും ഏരിയ വെക്ടർ. ഇതാണ് എന്റെ സർഫസ് ഏരിയ എങ്കിൽ ഏരിയ വെക്ടർ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഏരിയ. മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി ഇതാണ് എന്റെ പ്ലെയിൻ എങ്കിൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഏരിയ വെക്ടർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്, മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. അതായത് രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ്. ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും രണ്ടുപേരും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അവർ തമ്മിലുള്ള ആംഗിൾ θ = 0 ഡിഗ്രി. ഓക്കെ മക്കളെ, സോ വിത്ത് ദാറ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. And the next question. Induced EMF, മോഷണൽ EMF-ന്റെ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മോഷണൽ EMF എന്ന് പറഞ്ഞാൽ whenever a conductor is actually moving in a magnetic field, ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുമ്പോൾ അവിടെ വരുന്നതാണ് മോഷണൽ EMF എന്ന കൺസെപ്റ്റ്. സോ നമ്മളത് ഒരു റോഡൊക്കെ വെച്ചിട്ടാണ് NCERT-ലൊക്കെ ഡെറിവേഷൻ ഒക്കെ കാണിക്കുന്നത്. അപ്പൊ ഡെറിവേഷൻ വേണമെങ്കിൽ മുന്നേ പറഞ്ഞതുപോലെ യു കൻ ആസ്ക് മീ, ഐ ക്യാൻ ഗിവ് യു. So E is equal to മോഷണൽ EMF എന്ന് വെച്ചാൽ E is actually equal to BLV എന്നാണ് നമ്മൾ പഠിക്കുക. E is equal to BLV. Okay. L into B cross V എന്നൊക്കെ പറയും, അതിലേക്ക് ഒന്നും പോകണ്ട. മോഷണൽ EMF E is equal to BLV. B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. L എന്ന് പറഞ്ഞാൽ അവിടെ മൂവ് ചെയ്യുന്ന കണ്ടക്ടറിന്റെ ലെങ്ത് ആണ്. V is the velocity with which it is moving in the magnetic field. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം, the EMF induced in the frame will be proportional to.
ഈ ഫ്രെയിമിൽ ഇൻഡ്യൂസ്ഡ് ആകുന്ന ഇ എം എഫ് എന്തിനോട് പ്രപ്പോർഷണൽ ആണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അപ്പൊ ഫ്രെയിം ഒരു വെലോസിറ്റി വിയില് ഈ പുറത്തേക്ക് നമ്മൾ നീക്കുക. വി ആർ ആക്ച്വലി മൂവിങ് ദ ഫ്രെയിം ഔട്ട്സൈഡ്. പുറത്തേക്ക് നീക്കുമ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡ്, നമ്മൾ ഈ സൈഡിൽ നമുക്ക് ഇവനെ പി ക്യു എന്ന് വിളിക്കാം, ഇവനെ ആർ എസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ പി ക്യു ആൻഡ് ആർ എസ് ദേ ആർ ബീൻ മൂവ്ഡ് ഇൻസൈഡ് ദി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇവരെ നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് നീക്കുമ്പോൾ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആകും. കറന്റ് ഇത് കണ്ടക്ടേഴ്സ് ആണ്. ഈ കണ്ടക്ടേഴ്സ് when they are moved in a magnetic field, changing magnetic field, അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആകും. കാരണം ഇത് പുറത്തേക്കാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ ഇൻഡ്യൂസ്ഡ് ആവുന്ന ഇ എം എഫ് ബി എൽ വി ആണ് ഇക്വേഷൻ എന്ന് അറിയാം. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ രണ്ട് സൈഡും നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്ന് പി ക്യു എന്ന സൈഡ്, രണ്ട് ആർ എസ് എന്ന സൈഡ് നമ്മൾ എടുക്കുക. രണ്ട് സൈഡിലും ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആകുന്നതുണ്ട്. അപ്പൊ നെറ്റ് ഇ എം എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. നെറ്റ് ഇ എം എഫ് വിൽ ബി കറസ്പോണ്ടിങ് ടു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കൂടുതൽ വരിക എവിടെയായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് കൂടുതൽ വരുന്നിടത്ത്. മാഗ്നറ്റിക് ഫീൽഡ് കൂടുതൽ വരിക എവിടെയായിരിക്കും? ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ആണ് മക്കളെ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കോസ് ചെയ്യുന്നത്. അപ്പൊ കറന്റ് ക്യാരിങ് കണ്ടക്ടർ അടുത്തിരിക്കുന്ന പോയിന്റില് മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും. ഇഫ് ദ കണ്ടക്ടർ ഇസ് ക്ലോസർ ടു ദാറ്റ് പോയിന്റ്, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇ ഇസ് കറസ്പോണ്ടിങ് ടു ഇ പി ക്യു മൈനസ് ഇ ആർ എസ്. ഓക്കെ, ഇവിടെ ഫീൽഡ് കൂടുതലായിരിക്കും, ഇവിടെ കുറവായിരിക്കും. അതുകൊണ്ട് ഇ പി ക്യു മൈനസ് ഇ ആർ എസ് എന്ന് എഴുതുന്നത്. സോ നെറ്റ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആണ് പറയുന്നത്. ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഫ്രെയിം ആണ് എഴുതുന്നത്. അപ്പൊ പി ക്യു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻഡ്യൂസ്ഡ് ആകുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, ബി വൺ, ഇത് സ്ക്വയർ ഫ്രെയിം എന്ന് പറയുന്നുണ്ട്. എ കണ്ടക്ടിങ് സ്ക്വയർ ഫ്രെയിം ഓഫ് സൈഡ് എ. സ്ക്വയർ ഫ്രെയിം ആണ്, സൈഡ് എ ആണ്. അപ്പൊ നമുക്ക് ബി വൺ ഇൻറ്റു എല്ലിന് പകരം എ എന്നിടാം. വെലോസിറ്റി, ഈ ആർ എസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയും പി ക്യു മൂവ് ചെയ്യുന്ന വെലോസിറ്റിയും സെയിം ആയിരിക്കും. അപ്പൊ ബി എന്ന് തന്നെ ഇട്ടാൽ മൈനസ് ഇ ആർ എസ് എടുക്കുമ്പോൾ അവനെ ബി ടു എന്ന് വിളിച്ചു, എ ബി. എല്ലിന് പകരം എ, ബിന് പകരം ബി തന്നെ, നോ ഇഷ്യൂസ്. ഇവിടെ എ വിയും ബിയും കോൺസ്റ്റൻസ് ആണ്, വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്, നോ പ്രോബ്ലം. പക്ഷെ ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബി വണ്ണിന്റെ വാല്യൂ എന്താണ്, ബി ടുവിന്റെ വാല്യൂ എന്താണ്. അപ്പൊ പി ക്യു എന്ന പോർഷൻ എത്ര ഡിസ്റ്റൻസിലാണ് ഐയിൽ നിന്ന് ഇരിക്കുന്നതെന്ന് അറിയണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ a long straight wire carrying a current I are located in the same plane as shown in the figure. The frame moves to the right with a constant velocity v. Long straight wire. ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ഞാൻ എന്താ പഠിപ്പിച്ചത്? B is equal to mu 0 I by 2 pi. Very good. B is equal to mu 0 I by 2 pi. അതാണ് ഒരു ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. അപ്പൊ ബി വൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയണം. ഇവിടം മുതൽ ഇവിടം വരെ എക്സ് ആണ്, ഇവിടം മുതൽ ഇവിടം വരെ എ ആണ്. അപ്പൊ ഇതിന്റെ പകുതി എന്താ? എ ബൈ ടു. ഇതിന്റെ പകുതി എ ബൈ ടു അല്ലെ? അപ്പോ ഈ കണ്ടക്ടർ മുതൽ പി ക്യു വരെ ഡിസ്റ്റൻസ് എത്ര വരും? X minus A by 2. വെരി ഗുഡ്. എക്സ് മൈനസ്, ഇവിടെ തൊട്ട് സെന്റർ വരെ എക്സ് ആണ്, ഇത് എ ബൈ ടു ആണ്. സോ എക്സ് മൈനസ് എ ബൈ ടു. നമുക്ക് ബി വൺ ഇങ്ങനെ എഴുതാം, mu 0 I by 2 pi x minus a by 2 മൈനസ് എ ബി നമുക്ക് കോമൺ എടുത്ത് എഴുതാം. ബി ടു എന്ന് പറയുന്നത് ആർ എസിന്റെ അവിടെ വരുന്നത്. ഈ ഡിസ്റ്റൻസ് എന്ത് വരും? ഇവിടെ മുതൽ ഇവിടെ വരെ എക്സ് ആണ്, ഇവിടെ മുതൽ ഇവിടെ വരെ എ ബൈ ടു ആണ്. സോ ഡിസ്റ്റൻസ് വിൽ ബി mu 0 I by 2 pi x plus a by 2 into a b. ഇവിടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് mu 0 കോൺസ്റ്റന്റ് ആണ്, ഐ കോൺസ്റ്റന്റ് ആണ്, ഈ 2 പൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് പ്രപ്പോർഷണൽ ടു ആണ് ചോദിക്കുന്നത് അവര്. അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ്സിനെ എഴുതണമെന്നില്ല, കാരണം പ്രപ്പോർഷണൽ ടു അല്ലേ ചോദിക്കുന്നത്. അപ്പൊ ഈ ഈസ് പ്രപ്പോർഷണൽ ടു ഇങ്ങനെ എഴുതാം, mu 0 into ഐ കോൺസ്റ്റന്റ് ആണ്, 2 പൈ ഒക്കെ കോൺസ്റ്റന്റ് ആണ്, എ ബിയും കോൺസ്റ്റന്റ് ആണ്. സോ ഈ ഈസ് പ്രപ്പോർഷണൽ ടു ഇങ്ങനെ എഴുതാം, 1 by x minus a by 2 minus of 1 by x plus a by 2 ഇങ്ങനെ എഴുതാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്. സോ ദാറ്റ് വിൽ ബി 2 ഇങ്ങോട്ട് വന്നു, 2 ഇങ്ങോട്ട് വന്നു. അപ്പൊ 2 ഡിവൈഡഡ് ബൈ x minus 2x minus a minus 1 by 2x plus a എന്ന് എഴുതാം. ഓക്കെ, സോ 2 ഇവിടെ 2 വരെ മക്കളെ, 2 by 2x plus a എന്ന് എഴുതാം. ഇനി നിങ്ങളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്തേ, എന്ത് വരും നോക്കി. എന്നിട്ട് പ്രപ്പോർഷണൽ എന്ത് വരുമെന്ന് ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് ഒന്ന് ചെയ്യോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ.
4x plus 2a minus 4x minus എന്ന് പറയുമ്പോൾ plus 2a വരും. plus 2a a കോൺസ്റ്റന്റ് ആണ് മക്കളെ ബൈ താഴെ 2x minus a into 2x plus a. അപ്പൊ ന്യൂമറേറ്ററിൽ 4x ഉം 4x ഉം പോയി. 2a plus 2a that is 4a. 4a വീണ്ടും കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് ഇങ്ങനെ കിട്ടും is proportional to 1 by 2x minus a into 2x plus a എന്ന് കിട്ടും. Okay, 2x minus a into 2x plus a എന്ന് കിട്ടും. So what is the answer? Correct answer is option B. Okay. അപ്പോൾ ഈ പി ക്യൂവിന്റെ അവിടെ വരുന്ന ഇ എം എഫും ആർ എസിന്റെ അവിടെ വരുന്ന ഇ എം എഫും ഇറ്റ്സ് മൂവിങ് ഔട്ട്. ഒരാൾ അകത്തേക്കും ഒരാൾ പുറത്തേക്ക് ലൈക്ക് ദേ ആർ മൂവിങ് ഔട്ട് ഓഫ് ദ റീജിയൻ. സോ ഈ പി ക്യൂ മൈനസ് ഇ ആർ എസ് ചെയ്തു. അപ്പൊ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കോസ് ചെയ്യുന്നത് കറന്റ് ആണ്. കറന്റ് ക്യാരിങ് കണ്ടക്ടർ എന്നുള്ള ഡിസ്റ്റൻസ് മാറുമ്പോൾ അവർ എക്സ്പോസ്ഡ് ആകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ മാറും. അതുകൊണ്ടാണ് അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആകുന്നത്. അപ്പൊ പി ക്യൂ പുറത്തേക്ക് നീങ്ങുന്നു, അതിനനുസരിച്ച് ആർ എസും പുറത്തേക്ക് നീങ്ങുന്നു. രണ്ടുപേരുടെ ലെങ്ത് സെയിം ആയിരിക്കും എ തന്നെ സ്ക്വയർ ആയതുകൊണ്ട്. വെലോസിറ്റി സെയിം ആയിരിക്കും ബി തന്നെ. മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു, μ0I/2π എല്ലാം പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളതാണ് ഞാൻ എഴുതിയത്. ബാക്കിയുള്ളത് എഴുതി അത് സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്തപ്പോൾ വി ആർ ഗെറ്റിംഗ് ദി ആൻസർ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? സർ 2a plus 2a എന്ന് പറഞ്ഞാൽ 4a അല്ലേ? 2a plus 2a 4a ആണ്. പക്ഷെ 4a കോൺസ്റ്റന്റ് ആണ്, കാരണം എ സ്ക്വയറിന്റെ സൈഡ് അല്ലേ. അപ്പൊ 4a കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഞാൻ കോൺസ്റ്റന്റ് എഴുതാത്തതാണ്. ഓക്കെ സർ. വേറെ സംശയങ്ങളും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. Okay, then we'll move on to the next question. നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് ഓർത്തിരുന്നോ കേട്ടോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. മാറ്റിക്കോട്ടെ? Okay. Yes, sir. Right. Next one. An electron moves on a straight line path xy as shown. The ABCD is a coil adjacent to the path of the electron. What will be the direction of current, if any, induced in the coil? അപ്പോൾ ഒരു ഇലക്ട്രോൺ ഈ കോയിലിനടുത്തേക്കൂടെ പോവാണ്. അപ്പൊ ഈ ഇലക്ട്രോൺ കോയിലിനടുത്തേക്കൂടെ പോവുക എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം വരും, ഇവിടെ നിങ്ങളുടെ വരെ വന്നു, എന്നിട്ട് അങ്ങോട്ട് പോയി. അതാ പറ്റുന്നത്. ഇലക്ട്രോൺ ഇസ് കമ്മിങ്, പിന്നെ ഇലക്ട്രോൺ പോകുന്നു. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ദർ. അപ്പൊ ഈ ഇലക്ട്രോൺ ഇതിന്റെ അടുത്തേക്ക് വരുമ്പോ ഒരു കോയിൽ ഓൾറെഡി ഒരു സമാധാനമായിട്ടിരിക്കുന്ന ഒരു കോയിലായിരുന്നു അവിടെ. When an electron is coming close to the coil, what happens is, അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ ഇലക്ട്രോൺ വരുമ്പോ ഈ കോയിലിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവും. ഈ കോയിലിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവും. എന്തുകൊണ്ടാ? ഏർസ്റ്റഡ്സ് എക്സ്പെരിമെന്റ് വഴി മൂവിംഗ് ചാർജസ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നു, current carrying conductor can produce a magnetic field, a moving electron can produce a magnetic field. ഈ ആ കൺസെപ്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറന്റ് വരിക. അങ്ങനെ ആലോചിച്ചാൽ മതി, ആ കൺസെപ്റ്റ് കൺഫ്യൂഷൻ വരുവാണെങ്കിൽ. സോ ഇലക്ട്രോൺ റൈറ്റിലേക്ക് പോകുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരണം. ഐ റിപ്പീറ്റ് വൺസ് അഗൈൻ, ഇലക്ട്രോൺ റൈറ്റിലേക്ക് പോകുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് അപ്പോ തീർച്ചയായും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ വരണം. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഓവർ ദർ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ടാക്കിൾ ചെയ്യും നമ്മള്? ആദ്യം ഇലക്ട്രോൺ അടുത്തേക്ക് വരുന്നു, പിന്നെ ഇലക്ട്രോൺ ദൂരേക്ക് പോകുന്നു. അത് തന്നെയാണ് എന്റെ ആൻസർ. ഇലക്ട്രോൺ അടുത്തേക്ക് വരുമ്പോൾ കോയിൽ എന്ത് ചെയ്യാൻ നോക്കും? അതിനെ ഒപ്പോസ് ചെയ്യാനാണ് കോയിൽ നോക്കുക. ഇലക്ട്രോൺ കോയിലിന്റെ അടുത്ത് നിന്ന് ദൂരേക്ക് പോകുമ്പോഴോ വീണ്ടും കോയിൽ ശ്രമിക്കുക അതിനെ ഒപ്പോസ് ചെയ്യാനാണ്, അല്ലെ? അപ്പൊ ആദ്യം അടുത്തേക്ക് വരുന്ന ഇഷ്ടമായിരുന്നില്ല കോയിലിന്, പിന്നെ അടുത്തേക്ക് വന്നപ്പോ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. And now what is happening? The electron is moving away from the coil. അപ്പൊ ദൂരേക്ക് പോകുന്നതും അവന് ഇഷ്ടമല്ല, അടുത്തേക്ക് വരുന്നതും ഇഷ്ടമല്ല. വന്നു കഴിഞ്ഞാൽ ഓക്കെ, ദൂരേക്ക് പോകുന്നതും അവന് ഇഷ്ടമല്ല. സോ മക്കളെ എന്തായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ നോക്കി പറഞ്ഞു ചെയ്യാം. ഡി ആണ് സർ. ബി അല്ല, അടുത്തേക്ക് വരുമ്പോൾ
ഡിയോ ഡി എൽ എന്നുള്ളത്. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്തേക്ക് വരുന്ന കേസ് നമുക്ക് എടുക്കാം. അടുത്തേക്ക് വരുന്ന കേസ് എടുത്താൽ ഞാൻ കറണ്ടിന്റെ ഫോമിൽ പറയുവാണ് കേട്ടോ. ഇലക്ട്രോൺ അടുത്തേക്ക് വരുമ്പോൾ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ചുമ്മാ കറണ്ട് ഉണ്ടെന്ന് എടുക്കാം. തമ്പ് റൂൾ പിടിക്കാം. ഞാൻ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ തമ്പ് റൂൾ പിടിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരും, ഇൻ ടു ദ കോയിൽ വരും. മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻ ടു ദ കോയിൽ. അപ്പോ നമുക്കറിയാം ഇൻ ടു ദ കോയിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവിടെ ഒരു EMF ഉണ്ടാകുക. അപ്പൊ ഇൻ ടു ദ കോയിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ ഔട്ട് ഓഫ് ദ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആര് ക്രിയേറ്റ് ചെയ്യണം? ഈ കോയിൽ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കറണ്ട് ഡയറക്ഷൻ എന്തായിരിക്കണം എന്നറിയോ? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. ഇങ്ങനെ തമ്പ് റൂൾ പിടിച്ചു നോക്കിയാൽ മതി. ഡിന്റെ എവിടെയോ തമ്പ് റൂൾ പിടിച്ചു നോക്കുക. തമ്പ് റൂൾ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ബീന്റെ അവിടെ പിടിച്ചു നോക്കിക്കുക, ഇങ്ങനെ പിടിച്ചു. ബീന്റെ അവിടെ പിടിക്കുക ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഔട്ട് ഓഫ് ദ വരും ബീന്റെ അവിടെ. അപ്പൊ തമ്പ് താഴത്തേക്കാണ്, അപ്പൊ കറണ്ട് ഡയറക്ഷൻ താഴത്തോട്ടാണെങ്കിൽ എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരും. അതായത് ഈ ഇലക്ട്രോൺ ഇവൻ അടുത്തേക്ക് വരുന്ന നേരത്ത് ഇവന്റെ കറണ്ട് ഡയറക്ഷൻ എന്തായിരിക്കും? ABCD എന്ന ഡയറക്ഷൻ ആയിരിക്കും. ഈ ഇലക്ട്രോൺ അടുത്തേക്ക് വരുമ്പോൾ ABCD ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ ദൂരേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? ADCB ആയിരിക്കും. ഓക്കെ, അപ്പൊ അടുത്തേക്ക് വരുമ്പോൾ ABCD എന്തിനാണ്? ഈ ഇലക്ട്രോൺ അടുത്തേക്ക് വരുമ്പോൾ കറണ്ടിന്റെ ഫോമിൽ എഴുതിയാൽ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരിക. തമ്പ് റൂൾ പിടിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്കാണ് വരുന്നത്. കോയിലിനകത്ത് പ്രൊഡ്യൂസ് ആവുന്ന മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്ക് വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ പുറത്തേക്ക് വരണം. അങ്ങനെ പുറത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് വരണമെങ്കിൽ കറണ്ട് ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് വരണം തമ്പ് റൂൾ പ്രകാരം നോക്കുമ്പോൾ. എന്നാലേ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് വരത്തുള്ളൂ. സോ ABCDയിലായിരിക്കും കറണ്ട് ഫ്ലോ. അതുപോലെ തന്നെ ഇലക്ട്രോൺ ദൂരേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്. അതുകൊണ്ട് കറണ്ട് ഫ്ലോ ഏത് ഡയറക്ഷനിലായിരിക്കും? ADCBയിൽ വരണം. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി A. The current will reverse its direction as the electron goes past the coil. കോയിലേക്ക് വന്ന് ദൂരേക്ക് പോകുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും? ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. ആദ്യം വരുന്ന ഇലക്ട്രോണിനെ ഒപ്പോസ് ചെയ്യാൻ, രണ്ടാമത് പോകുന്ന ഇലക്ട്രോണിനെ അവൻ പോകാതിരിക്കാൻ നോക്കാൻ he will be trying to oppose the course there. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അവിടെ വരുന്നത്. അടുത്തേക്ക് വരുമ്പോൾ ഒപ്പോസ് ചെയ്യും, ദൂരേക്ക് പോകുമ്പോഴും ഒപ്പോസ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ മക്കളെ? കൺഫ്യൂഷൻ ഉണ്ടോ? സർ തമ്പ് റൂൾ വെച്ചിട്ട് ഒന്നുകൂടെ പറയും. തമ്പ് റൂൾ ഒന്നും പറയാം. ഞാൻ എടുത്തത് ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് പോകുന്നത്, റൈറ്റിലേക്ക്. അപ്പൊ ഞാൻ എന്ത് എടുത്തു? ഇലക്ട്രോൺ അങ്ങോട്ടാണെങ്കിൽ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. തമ്പ് റൂൾ അപ്ലൈ ചെയ്തു അവിടെ. ഇലക്ട്രോൺ കാരണമുള്ളത് തമ്പ് ഇൻ ദ ലെഫ്റ്റ് ഡയറക്ഷൻ, കേളിംഗ് മൈ ഫിംഗേഴ്സ്. ഫിംഗേഴ്സ് കേൾ ചെയ്തപ്പോ ഇങ്ങനെ കോയിൽ ഇങ്ങനെയാണ് ഫീൽഡ് വരുന്നത്. അപ്പൊ ലൂപ്പിനകത്ത് ഇൻ ടു ദ ലൂപ്പ്, ലൂപ്പിനകത്തേക്കാണ് ഫീൽഡ് വരുന്നത്. അത് മനസ്സിലായോ? അത് മനസ്സിലായി. അപ്പൊ ഇലക്ട്രോൺ കാരണം ലൂപ്പിനകത്തേക്ക് വരുന്നത്. അപ്പോ നമ്മുടെ കോയിൽ എന്ത് ചെയ്യണം? അകത്തേക്ക് വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യണം, വേണ്ടേ? അങ്ങനെ വേണമെങ്കിൽ പുറത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണം, വേണ്ടേ? സംശയമുണ്ടോ? പുറത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് വരണമെങ്കിൽ ഈ ലൂപ്പിൽ എങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യണം? കറണ്ട് താഴത്തോട്ട് ഫ്ലോ ചെയ്താലല്ലേ, താഴത്തോട്ട് ബീന്റെ അവിടെ തമ്പ് റൂൾ പിടിച്ചു നോക്കാം. താഴത്തോട്ട് ഫ്ലോ ചെയ്യുന്നു, ബീന്റെ അവിടെ താഴത്തോട്ട്, അത് ആന്റി ക്ലോക്ക് വൈസ്. ബീന്റെ അവിടെ താഴത്തോട്ട് തമ്പ് പിടിച്ചു, ഫിംഗേഴ്സ് കേൾ ചെയ്തു. കേൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ചു കറക്കി നോക്കാം. ഫിംഗേഴ്സ് പിടിക്കുന്നു, കേൾ ചെയ്യുന്നു. അപ്പോ താഴത്തോട്ട് പിടിച്ചാലല്ലേ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് വരത്തുള്ളൂ. മനസ്സിലായോ? അപ്പോ ബീന്റെ അവിടെ ആന്റി ക്ലോക്ക് വൈസ് വന്നാലേ പുറത്തേക്ക് വരത്തുള്ളൂ, അപ്പോഴേ ഒപ്പോസിങ് ആവത്തുള്ളൂ. മനസ്സിലായോ? ഇനി അതുപോലെ ഇലക്ട്രോൺ ദൂരേക്ക് പോകുമ്പോൾ ഇത് നേരെ കണ്ടീഷൻ നേരെ തിരിയും. കാരണം ദൂരേക്ക് പോകുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യേണ്ട, അഗെയിൻ കോസിനെ ഒപ്പോസ് ചെയ്യണം. അപ്പൊ എയ്ഡിങ് വരും അവിടെ. സോ അഗെയിൻ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ആവും. ഓക്കെ അല്ലേ? സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ ദെൻ. അടുത്തത് ഒരു മറ്റൊരു ഇക്വേഷൻ കൂടി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് ഓർത്തിരിക്കുകയും ചെയ്യണം. A cycle wheel of radius 0.5 meter is rotated with constant angular velocity of 10 radians per second. Okay. ഒരു സൈക്കിൾ വീലാണ് നമ്മുടെ കയ്യിലുള്ളത്. സൈക്കിൾ വീൽ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
This is being rotated. Constant angular velocity of 10 radians per second. അപ്പോൾ angular velocity omega. Omega എത്രയാ? 10 radians per second. Okay. Radius വന്നിട്ടുണ്ട് 0.5 ആണ്. Radius is 0.5 meter. In a region of magnetic field of 0.1 Tesla, B എഴുതി വയ്ക്കാം 0.1. Which is perpendicular to the plane of the wheel. വീണ്ടും നേരത്തെ വന്നതുപോലെ which is perpendicular to the plane of the loop എന്നവിടെ വന്നു. ഇവിടെ plane of the wheel എന്ന് പറഞ്ഞു. അവിടെ വന്ന അതേ കൺസെപ്റ്റ്, കൺഫ്യൂഷൻ ആയിരിക്കാൻ which is perpendicular to the magnetic field എന്ന് വേണമെങ്കിൽ വിചാരിച്ചു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്കാണ്, ഏരിയ വെക്ടറും മുകളിലേക്കാണ്. That is the idea. Okay. The EMF generated between the center and the rim. സെന്റർ പോർഷനും റിമും ഇടയിൽ ജനറേറ്റഡ് ആകുന്ന EMF എന്താണെന്ന് കണ്ടുപിടിക്കാം. സോ നമുക്ക് അറിയാവുന്ന കാര്യം, ദിസ് ഇസ് ആക്ച്വലി ബീൻ റൊട്ടേറ്റഡ്. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇറ്റ് ഇസ് ബീൻ റൊട്ടേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ചെറിയ ഒരു എലമെന്റ് എടുക്കും. ഒരു ഡിസ്റ്റൻസ് dr ഉള്ള ഒരു ചെറിയ എലമെന്റ് എടുക്കും. അറ്റ് എ ഡിസ്റ്റൻസ് സേ x ഫ്രം ദ സെന്റർ. ഓക്കെ. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കണ്ടീഷൻ, ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ BLV ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, DE എന്ന് പറഞ്ഞാൽ ചെറിയൊരു EMF. കാരണം ഞാൻ ചെറിയൊരു സെഗ്മെന്റ് dr ആണ് എടുത്തത്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF BLVക്ക് പകരം ഇവിടെ B into V into dr, ചെറിയൊരു ലെങ്ത് എടുത്തതുകൊണ്ട് dr. അപ്പൊ സെന്ററിനും റിമ്മിനും അക്രോസ് ഉള്ള, സെന്ററിനും ഔട്ടർ റിമ്മിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് വേണ്ടത്, ഇൻഡ്യൂസ്ഡ് EMF ആണ് വേണ്ടത്. So you're taking the integral on both sides. അപ്പൊ ഇന്റഗ്രൽ എടുക്കുമ്പോൾ DE, ഇന്റഗ്രൽ D എന്ന് പറയുമ്പോൾ വലിയ EMF വരും. That is equal to B into V എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഒമേഗ is equal to V by R ആണ്. സർക്കുലർ മോഷൻ പഠിക്കുന്നതാണ്. ഒമേഗ equal to V by R. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ? ഒമേഗ is equal to V by R. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് V ന് R ഒമേഗ എന്ന് കിട്ടും. ഒമേഗ ആർ ഡി ആർ. ഓക്കെ, ഒമേഗ ആർ ഡി ആർ. അപ്പൊ നമ്മൾ എടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ എലമെന്റ് ആണ് എടുത്തത്. എനിക്ക് 0 മുതൽ R വരെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, 0 മുതൽ R വരെ. സോ ഒമേഗ ഐ എം ടേക്കിംഗ് ഇറ്റ് ഔട്ട്സൈഡ്. സോ B ഒമേഗ ഇന്റഗ്രൽ 0 to R R dr. Now that will be corresponding to, അപ്പൊ നമ്മൾ ഈ ഡിസ്റ്റൻസ് ആക്ച്വലി x എന്ന് എടുത്തേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ x എന്ന് എഴുതി പോവാട്ടോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. അപ്പൊ x dx എഴുതേണ്ട വരും. അതിന് R dr എന്ന് എഴുതി പോയാൽ കുഴപ്പമില്ല. അപ്പൊ B ഒമേഗ ഇൻറ്റു ഇന്റഗ്രൽ R എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി R സ്ക്വയർ ബൈ 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇടുമ്പോൾ അത് തന്നെ വരും, R സ്ക്വയർ ബൈ 2. സോ ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഹാഫ് ഇൻറ്റു B ഒമേഗ R സ്ക്വയർ. മക്കളൊന്ന് ഓർത്ത് വെക്കുക, ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. When a wheel or something is rotating in a magnetic field, അവിടെ നമുക്ക് കണ്ടുപിടിക്കാനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണിത്. Okay, so half into B omega R square is the equation. Half into B omega R square is the equation. അപ്പൊ ഇൻഡ്യൂസ് EMF എന്താണ്? Half into B omega R square. Half induced EMF is equal to B omega R square ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF കിട്ടിയല്ലോ. സംശയം ഉണ്ടോ മക്കളെ? ഇനി ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് അതൊന്ന് ചെയ്തേ. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ആ ക്വസ്റ്റൻ ഒന്ന് ചെയ്യും. അപ്പൊ ബിന്റെ വാല്യൂ അറിയാം, ഒമേഗയുടെ വാല്യൂ അറിയാം, ആർ സ്ക്വയറിന്റെ വാല്യൂ അറിയാം. 0.125 will be the answer. Very good, very good. So the answer is 0.125. നമുക്ക് മാർക്ക് വെച്ചു. മനസ്സിലായല്ലോ? അതെ, സംശയമില്ലല്ലോ. ഈ ഫോർമുല ഓർത്ത് വെച്ചോ കേട്ടോ, ബൈ ഹാർട്ട് ഓർത്ത് വെച്ചോ. ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് റിസൾട്ട്. കീമിനും നീറ്റിനും വന്നിട്ടുള്ളത്, ഇത് നീറ്റിന്റെ ക്വസ്റ്റൻ ആണ്, കീമിനും വന്നിട്ടുണ്ട് ഈ ഫോർമുല വെച്ചിട്ട് ക്വസ്റ്റൻ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്. ഓക്കെ, ഐ തിങ്ക് വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ നൗ. അടുത്ത ചോദ്യം. ഈ ക്വസ്റ്റിന്റെ ഐഡിയ ആർക്കെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നമുക്കൊരു IT ഗ്രാഫ് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഈ കൺസെപ്റ്റ്, ഞാൻ ഓൾറെഡി ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞു തന്നു. ഈ ഏരിയ അണ്ടർ IT ഗ്രാഫ് എന്ത് വരുന്നു എന്ന് പറയാമോ? ഇത് കറന്റ് ആണ്, ഇത് T ആണ്. ഏരിയ അണ്ടർ IT ഗ്രാഫ് എന്ത് വരുന്നു? ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്താ വരുന്നത്? വർക്ക് ഡൺ. അപ്പൊ ഫോഴ്സും, അതെ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും വരുന്ന ഒരു ഗ്രാഫ് തന്നാൽ വർക്ക് ഡൺ വരും ഏരിയ അണ്ടർ.
കാരണം നമുക്കറിയാം വർക്ക് ഡൺ ഇസ് എഫ് ഡോട്ട് എസ് ആണ് അല്ലേ. അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കേ, ഐയും ടിയും. അപ്പൊ ഐ ഇൻറ്റു ടി, ഐ ഇൻറ്റു ടി എന്ന് പറയുന്നത് ചാർജ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, ചാർജ്. അപ്പൊ അങ്ങനെ വേണം ഇങ്ങനെ ഒരു ഗ്രാഫ് വരുമ്പോൾ കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പൊ ഐ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ അവിടെ ചാർജ് ആണ്, ഫോഴ്സിന്റെ എസ് എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ഡൺ ആയതുപോലെ നമ്മുടെ ഫോർമുല വെച്ച് റിമെമ്പർ ചെയ്താൽ ക്രോസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ വരാൻ പോകുന്നത് ഐ ഇൻറ്റു ടി, ദാറ്റ് ഇസ് എ ചാർജ്. അപ്പൊ ഈ ഗ്രാഫിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ചാർജ് കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ ആണ്, അതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? Yes, so the Q will be corresponding to delta Q എന്ന് എഴുതാം, അല്ലെങ്കിൽ Q എന്ന് എഴുതാം, ഹാഫ് ബി എച്ച്. ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബി എത്രയാണ്? 0.1 ആണ്, ഹൈറ്റ് 4 ആണ്. സോ 0.2 വരും. ചാർജ് വിൽ ബി 0.2 കുളും ചാർജ് കിട്ടും. എന്താ വേണ്ടത് നോക്കാം. ഇൻ എ കോയിൽ ഓഫ് റെസിസ്റ്റൻസ് 10 ohm, റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട് അല്ലെ, 10 ohm. The induced current developed by changing magnetic flux through it is shown in figure as a function of time. Okay, current function of time. The magnitude of change in flux through the coil in Weber's. ഓർക്കുണ്ടോ ഏതാ ഇക്വേഷൻ എന്ന്? Magnitude of change in flux. ചാർജിനെയും ഫ്ലക്സിനെയും ആറിനെയും റിലേറ്റ് ചെയ്ത് ഞാൻ ഫോർമുല പറഞ്ഞായിരുന്നു. ചാർജ് is equal to എന്തായിരുന്നു? dq is equal to d5 by minus d5 by അതെ, വെരി ഗുഡ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി നമുക്ക് ഇവിടെ. അപ്പൊ dq is equal to 5 by r എന്ന് എഴുതാം, or change in flux by r എന്ന് എഴുതാം. നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ് വേണ്ടത് അല്ലെ. അപ്പൊ dq നമുക്കറിയാം, q നമുക്കറിയാം 0.2 ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ഫ്ലക്സ് d5 അല്ലെങ്കിൽ ഡെൽറ്റ 5 എങ്ങനെ എഴുതാനും കുഴപ്പമില്ല. സോ ഡെൽറ്റ 5 will be corresponding to what? q into r എന്ന് വരും. What is the value for q? q is 0.2. What is the value of r? 10 ആണ്. So 2. What is the unit? Flux in Weber. Weber. Very good. 2 Weber is the answer. Options അവിടെ കൊടുത്തിട്ടില്ല, ഞാൻ കോപ്പി ചെയ്തില്ല. 2 Weber. Sorry. പറഞ്ഞു. ഈ ഫോർമുല വന്നെങ്ങനെന്ന് പറഞ്ഞു. ഫോർമുല വന്നത് ഇവിടെ കിടക്കണു. നമ്മൾ ആദ്യം പറഞ്ഞത് വിക്ക് IR എന്ന് കൊടുത്തപ്പോ. അതെ നമ്മുടെ ഫസ്റ്റ് പേജിൽ നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോ IR is equal to minus n d5 by dt. ന് പകരം നമ്മൾ IR എന്ന് കൊടുത്തു, എന്നിട്ട് നമ്മൾ n ഒരു ടേൺ എടുത്തോളൂ. അപ്പൊ n അത് പോയി. അപ്പൊ dq by dt, കറന്റിനെ dq by dt എന്ന് എഴുതി, കറന്റ് ബൈ ദ ടൈം. അപ്പൊ n 1 എടുത്തു, d5 by dt. അപ്പൊ n നമ്മൾ 1 എടുത്തപ്പോ എന്ത് പറ്റി? dt ക്യാൻസൽ ആയി പോയി. dq is equal to d5 by r. മനസ്സിലായോ? ഓക്കെ, സോ നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണ് കിട്ടിയത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഫോർമുല. Okay, so 2 Weber will be the corresponding answer for that. It's a good question. അപ്പൊ ഇങ്ങനെ ഗ്രാഫിക്കൽ ആയിട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, റീഡ് ചെയ്യണം. നമുക്ക് I into T എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് റീഡ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. നെക്സ്റ്റ് വൺ, അടുത്തത് എഡ്ഡി കറൻസിന്റെ കൺസെപ്റ്റിന്റെ ഒരു ക്വസ്റ്റൻ ആണ്, എഡ്ഡി കറൻസ്. അപ്പൊ എഡ്ഡി കറൻസിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്ഡി കറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി വെള്ളത്തിലൊക്കെ എഡ്ഡീസ്, ചുഴികളൊക്കെ പോലെ കാണുന്നില്ലേ വെള്ളത്തിലൊക്കെ ഇടയ്ക്ക് ചുഴികൾ പോലെ കാണുന്ന എഡ്ഡി, അതാണ് എഡ്ഡീസ് എന്ന് പറയുന്നത്. അപ്പൊ എഡ്ഡീസ് ഇൻ വാട്ടർ. അപ്പോ ഈ എഡ്ഡീസ് ഇൻ വാട്ടർ കാണുന്നത് പോലെ, ചുഴികൾ കാണുന്നത് പോലെ കറന്റ് ഉണ്ടാകുക, അതിനാണ് നമ്മൾ എഡ്ഡി കറൻസ് എന്നാണ് പറയുക. ഇത് എവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു മെറ്റൽ. മെറ്റൽ ഇസ് പ്ലേസ്ഡ് ഇൻ എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ട് ഈ മെറ്റൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഫോർ എക്സാമ്പിൾ, ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ട് മാഗ്നറ്റ് ഉണ്ടെന്ന് വെക്കാം. ഇവിടെ ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഒരു പ്ലെയിൻ ഷീറ്റ് ഞാൻ ത്രെഡിൽ തൂക്കിയിട്ടു, പ്ലെയിൻ ഷീറ്റ്. ഈ പ്ലെയിൻ ഷീറ്റ് അങ്ങോട്ടും അകത്തേക്കും പുറത്തേക്കൊക്കെ നീക്കുമെന്ന് വിചാരിച്ചു, മെറ്റൽ ഷീറ്റ്. അവിടെയും എഡ്ഡി കറൻസിന്റെ എഫക്ട് വരും. അപ്പൊ അവിടെ ഡാമ്പിങ് എന്നൊരു എഫക്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ കോയിൽ അല്ലെങ്കിൽ ഈ പ്ലേറ്റ് അകത്തേക്ക് നീങ്ങുമ്പോൾ ഒന്ന് സ്ലോ ആകും, അകത്തേക്ക് സ്പീഡിൽ വരുമായിരിക്കും. സ്പീഡിൽ വന്നിട്ട് അകത്ത് കയറാൻ നേരത്ത് ഒന്ന് സ്ലോ ആവും, പിന്നെ പുറത്തേക്ക് നീങ്ങുമ്പോൾ പിന്നെ സ്പീഡാവും. അതായത് ഇങ്ങനെ വന്നിട്ട് ഒരു പിടുത്തം ഫീൽ ചെയ്യും എഡ്ഡി കറൻസ് കാരണം.
അപ്പോൾ ഐഡിയ ഇത്രയേ ഉള്ളൂ, when a metal is moving inside a varying magnetic field, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഫീൽഡ് ആണെങ്കിൽ തന്നെ മെറ്റൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അവിടെ ക്രിയേറ്റഡ് ആവുന്നതാണ് എഡി കറന്റ്സ് ഓൺ ദ സർഫസ് ഓഫ് ദി മെറ്റൽ. ഇതിന്റെ പ്രശ്നം ചില മെക്കാനിക്കൽ ഇതിലൊക്കെ പാർട്സിലൊക്കെ എഡി കറൻസ് ഉണ്ടായാൽ അവിടെ ഹീറ്റിംഗ് എഫക്റ്റ് വരും. ഹീറ്റിംഗ് എഫക്ട് നമ്മുടെ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് വരും. അത് ലോസസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് നമുക്ക്. അപ്പൊ എഡി കറൻസ് ഇപ്പോഴും മിനിമൈസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഈ പ്ലേറ്റ് ഇങ്ങനെ ഒരു പ്ലേറ്റ് ആണെങ്കിൽ നമ്മൾ ആ പ്ലേറ്റ് എടുത്ത് അതിനിങ്ങനെ ഇങ്ങനെ കുഞ്ഞു 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 കഷ്ണങ്ങളാക്കി മാറ്റും. ഇങ്ങനെ ആക്കി മാറ്റുമ്പോൾ ഏരിയ കുറയും. ഏരിയ കുറയുമ്പോൾ എഡി കറൻസ് കുറയും അവിടെ. അപ്പൊ അതാണ് നമ്മൾ അങ്ങനെ ആക്കി മാറ്റുക. ഒരു പ്ലേറ്റ് അങ്ങനെ മൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ ആക്കി മാറ്റും. ഇതിന് പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. എഡി കറൻസ് കൊള്ളാത്ത സാധനം എന്നൊക്കെ പറയുമെങ്കിൽ പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇൻഡക്ഷൻ ഫർണസ് ഹൈ ടെമ്പറേച്ചർ വേണം. അപ്പൊ മെറ്റലിന്റെ സർഫസ് ഒക്കെ ഹീറ്റ് ചെയ്യാൻ ഇൻഡക്ഷൻ ഫർണസിൽ യൂസ് ചെയ്യും. മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഓഫ് ട്രെയിനിൽ യൂസ് ചെയ്യും. ഇലക്ട്രോമാഗ്നറ്റ്സിൽ യൂസ് ചെയ്യും. അങ്ങനെ പല പല കാര്യങ്ങൾക്ക് നമുക്ക് എഡി കറൻസിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ഗാൽവനോമീറ്റർ ഉണ്ട്. ഗാൽവനോമീറ്ററിന്റെ അകത്തും നമ്മൾ എഡി കറൻസിന്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യും. ഗാൽവനോമീറ്ററിന്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഞാൻ പഠിപ്പിച്ചിരുന്നുണ്ട്. ടോർക്ക് ഇസ് ഈക്വൽ ടു NIAB ഇസ് ഈക്വൽ ടു K5. അതാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അപ്പൊ ഒരു കോയിൽ ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കുറെ നേരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഗാൽവനോമീറ്റർ കറന്റ് ഡിറ്റക്റ്റിംഗ് ഡിവൈസ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യാതെ, കാരണം സ്പ്രിങ്ങിന്റെ സിസ്റ്റം ഒക്കെ ഓർത്ത് നോക്കണം, നീഡിൽ ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കാൻ പാടില്ല. പെട്ടെന്ന് തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് വരണം. ഞാൻ അവിടെ അന്ന് പറഞ്ഞിരുന്നു, അവിടെ എഡി കറൻസിന്റെ ഹെൽപ്പ് നമുക്ക് വേണം. പല പല സിറ്റുവേഷൻസിൽ എഡി കറൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് ദ എഡി കറന്റ് എഫക്ട് ഇസ് നോട്ട് യൂസ്ഡ്? ഇൻഡക്ഷൻ ഫർണസിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, മാഗ്നറ്റിക് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു, ഇലക്ട്രിക് ഹീറ്റർ. കാരണം ഇലക്ട്രിക് ഹീറ്ററിൽ ഹീറ്റിംഗ് എഫക്ട്, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എഫക്ട് ആണ് വരുന്നത്. കറന്റ് പാസ് ചെയ്ത് അത് ഹീറ്റ് ചെയ്യുക, കറന്റ് പാസ് ചെയ്ത് ഹീറ്റ് ചെയ്യുക എന്നൊരു കൺസെപ്റ്റ് ആണ് ഇലക്ട്രിക് ഹീറ്ററിൽ വരുന്നത്. അപ്പൊ ഇലക്ട്രിക് ഹീറ്ററിലാണ് നമ്മൾ എഡി കറന്റിന്റെ എഫക്ട് യൂസ് ചെയ്യാത്തത്. ഓക്കെ, സോ എഡി കറൻസിന്റെ പോർഷൻ ഇവിടെ NCERT ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പേജ് കിടക്കുന്നുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. എഡി കറൻസിന്റെ ബോർഡ്സിലാണെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. എഡി കറൻസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. Alright, so moving on to the next row. 24 അടുത്ത ചോദ്യം. The magnetic potential energy stored in a certain inductor is 25 millijoules. When the current in the inductor is 60 milliampere, the inductor is of inductance. എന്നാണ് ചോദ്യം. തന്നിട്ടുള്ള ഡേറ്റ നമുക്ക് ആദ്യം എഴുതി വെക്കാം. അവർ തന്നിട്ടുള്ള ഒരു ഡേറ്റ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. സോ ഒരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എൻ ഇൻഡക്ടർ. ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ L ഇൻഡക്ടർ, ഒരു സോളിനോഡ് പോലെ ഇരിക്കുന്ന നമ്മുടെ ഇൻഡക്ടർ. ഇവന്റെ പൊട്ടൻഷ്യൽ എനർജി ഓർ ദ വർക്ക് ഡൺ എന്ന് പറയുന്നത് U is corresponding to half LI² ആണ്. ബേസ് ഇക്വേഷൻ. മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് V²/2 μ0, B²/2 μ0 എന്ന ഇക്വേഷൻസ് ഒക്കെ പറയാം. ബേസിക് ഇക്വേഷൻ U equal to half LI². One of the base equations. Our potential energy is corresponding to half Li² ആണ്. L is the inductance value. ഇവന്റെ യൂണിറ്റ് ഹെൻറിയിലായിരിക്കും. ഇൻഡക്ടറിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. ഇൻ ഓണർ ഓഫ് ദ സയന്റിസ്റ്റ് സ്പെസിഫൈഡ്. I is the current, U is the potential energy. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. U is equal to half Li² ആണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് ഡേറ്റ? പൊട്ടൻഷ്യൽ എനർജി അറിയാം, കറന്റ് അറിയാം. പൊട്ടൻഷ്യൽ എനർജി 25 millijoules ആണ്. 10 to the power of -3. It's equal to half into L into I milliampere ആണ്. 60 into 10 to the power of -3 the whole square എന്ന് വരും, I² ഉള്ളതുകൊണ്ട്. അത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. 25 into 50 ആണ്. 50 into 10 to the power of -3 by 60 into 2, 60 square, the 3600 into 10 to the power of -6. That is equal to L. 10 to -3 ബാക്കി വന്നു. മുകളിലേക്ക് വരുമ്പോൾ 5000 സംതിങ് വരും. So it will be 50,000 by 3600. That is equal to L. And the zeros cancel ആയി. 500-36, 50-36 one time. ബാക്കി വരിക 14, 140-36 close to 4 times. 4 or 3 times. അപ്പോൾ 13. Yeah, 13. അപ്പോൾ 13 വന്നു. പിന്നെയാണ് ഡെസിമൽ വരുന്നത്.
സോ 1.3 കഴിഞ്ഞ ഡെസിമൽ വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ ഡി. നിങ്ങൾ ആ പോയിന്റ് എടുക്കുന്നത് മാറിപ്പോകരുത്, കാരണം എല്ലാ ഓപ്ഷൻസും ഇങ്ങനെയാണ്. ഒരെണ്ണം 0.13, ഒരെണ്ണം 138, 1.39. ഓപ്ഷൻസ് എടുക്കുമ്പോൾ മാറിപ്പോകരുത്, ശ്രദ്ധിച്ചെടുത്തോണം. ഓർത്ത് വെക്കുക, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി stored in an inductor is given by U is equal to half Li square. That is the corresponding equation. മറന്നു പോകാതെ മക്കളെ ഓർത്ത് വെക്കുക, കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, വേറെ ഒന്നുമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ, ഇറ്റ്സ് എ ഡയറക്റ്റ് കേസ്. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? അത് സംശയം ഉണ്ടോ അതിനകത്ത്? No, sir. Okay. And we are moving on to the last question for the session today. Two coils of self-inductance 2 millihenry and 8 millihenry are placed so close that the effective flux in one coil is completely linked with the other. The mutual inductance between these two coils is. ഈ രണ്ട് കോയിൽസും തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങൾ ആ ക്വസ്റ്റൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ക്വസ്റ്റൻ ഒന്ന് വായിക്കാൻ, രണ്ടു വട്ടം വായിക്കാം. മ്യൂച്വൽ ഇൻഡക്ഷൻ ബിറ്റ്വീൻ ദ കോയിൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മ്യൂച്വൽ ഇൻഡക്ഷൻ. രണ്ടുപേരുടെയും സെൽഫ് ഇൻഡക്ടൻസ് തന്നിട്ടുണ്ട്. വെരിഫൈ ദ മ്യൂച്വൽ ഇൻഡക്ടൻസ് വാല്യൂ. സോ രണ്ട് കോയിൽസ് ഓഫ് സെൽഫ് ഇൻഡക്ടൻസ് 2 and 8 are placed so close that the effective flux in one coil is completely linked with the other. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരു കോയിലിന്റെ ഫ്ലക്സ് ഇസ് കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് വിത്ത് ദി അതർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നമ്മളൊരു ഫാക്ടർ എടുക്കും, കപ്ലിംഗ് ഫാക്ടർ എന്ന് പറയും, കപ്ലിംഗ് ഫാക്ടർ K. അപ്പോൾ ഒരു കോയിലിന്റെ ഫ്ലക്സ് എത്ര മാത്രമാണ് മറ്റവനായിട്ട് ലിങ്ക് ആകുന്നത്, അതാണ് ഈ കപ്ലിംഗ് ഫാക്ടർ നമുക്ക് തരുന്നത്. അപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ കപ്ലിംഗ് ഫാക്ടർ K എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ M is equal to K into root L1 L2. ഇതാണ് റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പൊ M is a mutual induction, L1 L2 are the self inductance values. അപ്പൊ കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് വിത്ത് ദി അതർ എന്ന് പറഞ്ഞാൽ കപ്ലിംഗ് ഫാക്ടർ K എന്ന് പറയുന്നത് അവിടെ 1 ആണ്. കപ്ലിംഗ് ഫാക്ടർ K എന്ന് പറയുന്നത് അവിടെ 1 ആണ്. അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് എന്ന് അവിടെ പറയുന്നത്. കപ്ലിംഗ് ഫാക്ടർ K എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഇസ് വൈ കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചോദ്യം എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ബിറ്റ്വീൻ ദ കോയിൽസ്. അപ്പൊ ഇനി തൊട്ട് കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് എന്ന് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോർത്താൽ മതി? K എന്ന് പറയുന്ന കപ്ലിംഗ് ഫാക്ടർ 1 ആണ്. K 1 അല്ലെങ്കിൽ അത് തരണം, എത്രയാണ് Kന്റെ വാല്യൂ എന്ന് തരണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ആയതുകൊണ്ട് പറയാം. ഒട്ടും ലിങ്ക് ആയിട്ടില്ല എങ്കിൽ K 0 വരണം. ഓക്കെ, അപ്പൊ M is equal to K into L1 L2 1 into root of 2 into 8 millihenry ആണ്. 8 is 16, 16 പുറത്ത് 4 വരും, 4 millihenry. യെസ്, ഓപ്ഷൻ ഡി is the ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് പഠിച്ച കൺസെപ്റ്റുകളൊക്കെ ഒന്ന് ഓടിച്ചിട്ട് പറയാം. നമ്മൾ ഇൻഡ്യൂസ്ഡ് EMFന്റെ ബേസിക് കണ്ടീഷൻസ് ഒക്കെ പഠിച്ചു, മോഷണൽ EMF പഠിച്ചു. E is equal to BLV, E is equal to minus d phi by dt, L di by dt, M di by dt, N d phi by dt, ഈ കണ്ടീഷൻസ് ഒക്കെ പഠിച്ചു. അതിനുശേഷം നമ്മള് പിന്നെന്താ പഠിച്ചേ? നമ്മൾ ചാർജും ഫ്ലക്സ് ഒക്കെ റിലേറ്റ് ചെയ്യാൻ പഠിച്ചു. മ്യൂച്വൽ ഇൻഡക്ഷന്റെ കപ്ലിംഗ് ഫാക്ടർ ഒക്കെ വെച്ച് പഠിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ എഡി കറൻസിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ AC ആൻഡ് ഇവിടെ ഒന്ന് രണ്ട് കുറച്ച് പോയിന്റ്സ് കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ EMI ആൻഡ് AC എന്ന സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യും അടുത്ത ക്ലാസ്സിൽ. And if time permits, okay മക്കളെ, so let's wind up the class and please remember the things I told you today. Okay guys, okay then, bye, take care.